പ്രിയപ്പെട്ടവരെ, ഇക്കാലത്ത് ദൈവത്തെ മറയ്ക്കുന്ന മറ്റൊരു വലിയ തിന്മ എന്ന് പറയുന്നത് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷത, സെക്കുലറിസം എന്ന് പറയുന്നതാണ്. മറ്റു മതങ്ങളോട് തുല്യമാണ്, അതിലൊരു പല രക്ഷയിലേക്കുള്ള പല വഴികളിൽ ഒന്ന് മാത്രമാണ് തിരുസഭയെന്ന് അബദ്ധത്തിൽ പോലും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. മതേതര മൂല്യങ്ങൾക്കെതിരെ, നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സെക്കുലറിസത്തിനെതിരെ അച്ഛൻ എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുന്നത്? അച്ഛൻ പറയുന്ന ദൈവത്തെ മറയ്ക്കുന്ന ഒരു വലിയ തിന്മയാണ് സെക്കുലറിസം അഥവാ മതേതരത്വം എന്നാണ് അച്ഛൻ പറയുന്നത്. പഴയ കാലത്ത് ഈ നിരീശ്വര ചിന്തകർ ആക്രമിച്ചിരുന്നത് ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിച്ചുകൊണ്ട്, ആത്മീയ അനുഷ്ഠാനങ്ങളുടെ യുക്തിരാഹിത്യങ്ങൾ ആണെന്ന് പറഞ്ഞുകൊണ്ട്, പുരോഹിതരെ, ആത്മീയ ആചാര്യന്മാരെ അപഹസിച്ചുകൊണ്ടൊക്കെയായിരുന്നു പഴയ കാലത്തെ പ്രവർത്തനങ്ങൾ. എന്നാൽ ഇന്ന് അങ്ങനല്ല. ഇന്ന് കുറെ കൂടി മാറിയിട്ട് ആത്മീയതയുടെ, മതവിശ്വാസങ്ങളുടെ ധാർമ്മിക അടിത്തറയെ ആക്രമിച്ചുകൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇന്ന് മനുഷ്യർ കൊള്ളാവുന്ന നാടുകൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമുണ്ട്, സമത്വമുണ്ട്, സാഹോദര്യമുണ്ട്, അവസരങ്ങൾക്ക് തുല്യതയുണ്ടെന്നൊക്കെ പറയുന്ന നാടുകളൊക്കെയും ക്രൈസ്തവ മൂല്യബോധത്തിൽ സുവിശേഷത്തിനാകുന്ന പാറമേൽ പണിയപ്പെട്ട സംസ്കാരങ്ങളാണ്. സുവിശേഷത്തിന്റെ പ്രഭയിലാണ് മനുഷ്യന് ജീവിക്കാൻ കൊള്ളാവുന്ന മൂല്യാധിഷ്ഠിത രാജ്യങ്ങളായിട്ട് വളർന്നത്. ക്രൈസ്തവ വിശ്വാസമാണ് അതിന് അടിത്തറ കൊടുത്തത്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. ഇന്ത്യമായ മ്ലേച്ഛമായ ഒരു സംഭവം കാണിക്കാം. അത് ഇവിടെ നമ്മുടെ നാട്ടിലെത്തിയില്ലായിരുന്നു, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഇത്. പറഞ്ഞു കൊടുക്കണ ഹോളി പ്രൊപ്യൂസ് സംഭവം ഒരുപക്ഷെ എല്ലാവർക്കും കത്തിയെന്ന് വരില്ല എന്താണെന്ന്. ഫോർസ്കിൻ ഓഫ് ജീസസ് ഇല്ലേ? സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ജനിച്ചപ്പോൾ ഉണ്ണീശോയുടെ സിർക്കംസിഷൻ ആചാരപൂർവ്വം അന്ന് നടത്തിയ ലിംഗചേലാകർമ്മം എന്ന മറ്റോ മലയാളത്തിൽ പറയുന്നത്, സിർക്കംസിഷൻ നടത്തിയ ആ ഒരു കുഞ്ഞു തൊലിക്കഷ്ണം. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. അതാണ്. പക്ഷെ അത് 17 പള്ളികളിൽ ഉണ്ടാവണമെങ്കിൽ എത്ര വലിയ, ഞാനത് പറയുന്നില്ല ആ വാക്കുകൾ. 2000 വർഷം മുമ്പ് നടന്ന ഉണ്ണിയേശുവിന്റെ സിർക്കംസിഷനിൽ നിന്ന് ആ ഒരു സ്കിന്നിന്റെ പാർട്ട് ഇന്നും തിരുശേഷിപ്പ് എന്ന പേരിൽ പള്ളിയിൽ വെക്കുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. എന്നിട്ട് ഈ യേശുവിന്റെ ലിംഗത്തിലെ ഈ തൊലിയോട് മനുഷ്യർ പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എത്ര കാലം, എത്ര പതിറ്റാണ്ടുകൾ ഇത് ചെയ്ത് കച്ചവടം നടത്തി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്വതന്ത്ര ചിന്തകര് വിമർശിക്കുന്നത്. ഇതിന്റെ യുക്തിരാഹിത്യത്തെ മാത്രമല്ല, ഇതിന്റെ കള്ളത്തരങ്ങളെ പണം ഉണ്ടാക്കാൻ വേണ്ടി വിശ്വാസിയുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ കച്ചവടത്തെയാണ് നമ്മൾ വിമർശിക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.